അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കൻ പിസ്സ ബോംബിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, അധികം കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 വെജിറ്റബിൾസാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ പിസ്സ ഫില്ലിങ് തയ്യാറാക്കാൻ പോവാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ബോയിൽ ചെയ്ത ചിക്കൻ ചേർക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കനും ഷ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എരിവിനാവശ്യമായിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോരാൻ തോന്നിയപ്പോൾ ഒന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഞാൻ വലിയ ഫാമിലി സൈസ് ബ്രെഡാട്ടോ എടുത്തത്. കുറച്ച് വലിപ്പത്തിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാവുമ്പം ഒന്ന് തന്നെ മതി വയറിന്നറിയാൻ. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ ബ്രെഡ് സ്ലൈസും വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മുടെ കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് കളയണം. കണ്ടില്ലേ, നല്ലോണം തിന്നായിട്ടുള്ള ബ്രെഡാണെങ്കിൽ അധികം നേരം ഒന്നും കുതിർത്ത് വെക്കരുത്. പെട്ടെന്ന് തന്നെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ വെള്ളമാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബ്രെഡായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 4 സൈഡും ഞാനിതിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ബോളിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയിട്ടെടുക്കണം. അപ്പം ഇത് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. ചിലപ്പം ബ്രെഡ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സൂക്ഷിച്ച് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ലഡു ഒക്കെ റോൾ ചെയ്ത് ഉരുട്ടിയെടുക്കില്ലേ, ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു 16 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ടോട്ടൽ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് ഇട്ടപാടെ നമ്മൾ ഇളക്കാൻ പാടില്ല. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ മാത്രം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. സാധാരണ പോലെ നമ്മൾ എഗ് വാഷ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡയറക്റ്റ് തന്നെ നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി പിസ്സ ബോംബ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത പാടെ കഴിക്കാൻ. ഇതിങ്ങനെ എന്താ പറയുക, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട്. ആ ഒരു ഒറിഗാനോടൊക്കെ സ്മെല്ല് വരുമ്പോൾ തന്നെ ആ പിസ്സയുടെ ഒരു ഫീല് നമുക്കിങ്ങ് കിട്ടും. അപ്പം നല്ല ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.